നമസ്കാരം. മലമ്പുഴ ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്തോഷ്, കാർപ്പൻ്റർ ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ടോപ്പിക്ക് റൂഫാണ്. അത് പാർട്ട് 3 ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പാർട്ട് 3ൽ ട്രസ് റൂഫാണ്. നേരത്തെ നമ്മൾ സിംഗിൾ റൂഫുകളിൽ നോക്കി, അതേപോലെ തന്നെ ഡബിൾ പർലിൻ റൂഫും നോക്കി. ഇനി ട്രസ് റൂഫാണ്. അതെന്താണെന്ന് നോക്കാം. ട്രസ്ഡ് റൂഫ്. വെൻ ദി സ്പാൻ എക്സീഡ് 4.8 meter and when there are no inside supporting wall or partition for the purlin, the framed structures are called the trusses. ട്രസ് എന്താണെന്ന് അറിയണം. ഇത് 4.8 meter എക്സീഡിൽ കൂടുതൽ വരുന്ന സ്പാൻ വരുന്ന ഏരിയകളിലെല്ലാം ഇതുപോലെയുള്ള റൂഫുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിൽ നോ ഇൻസൈഡ് ദി സപ്പോർട്ടിംഗ് വാൾ, ഇതിനിടയിൽ സപ്പോർട്ടിംഗ് വാളോ പാർട്ടീഷനോ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടിങ് ഇതിനിടയിൽ വരാറില്ല. അത്തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് നമ്മൾ ട്രസ്സസ് എന്ന് പറയുന്നത്. ദി സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ഓഫ് ദിസ് ട്രസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി load of the roof, position of cross walls, span and kinds of material of this truss. ഇത്തരത്തിലുള്ള ട്രസ്സുകളുടെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതാണ്. അതിൻ്റെ ലോഡിങ് നോക്കിയിട്ടാണ്. അതിൻ്റെ മുകളിൽ വരുന്ന റൂഫിൻ്റെ ലോഡ് എത്രത്തോളം കൂടുതലായിട്ട് വരുന്നോ, അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് ക്രോസ് വാൾ, ഇതിൻ്റെ ക്രോസ് വാൾ സപ്പോർട്ടിങ്, ക്രോസ് ആയിട്ടുള്ള സപ്പോർട്ടിങ് അല്ല ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിങ് എത്രത്തോളം കിട്ടും, അതിലെ സ്പാന്, അതിന് കൈൻഡ് ഓഫ് മെറ്റീരിയൽ, ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ സ്പേസ് അറേഞ്ച് ചെയ്യുന്നത്. ദി സ്പേസിംഗ് ഈസ് ജനറലി 3 meter ഫോർ എ വുഡൻ ട്രസ്. ദി ട്രസ് ക്യാരി ദി റിഡ്ജ് പീസ് ആൻഡ് പർലിൻ ഓൺ വിച്ച് കോമൺ rafter rest. The truss span in the same direction in which the common rafter runs. ഇതിൽ പറയാൻ 3 meter സ്പേസ് ഇട്ടാണ് ഏകദേശം ഈ വുഡൻ ട്രസ് ആകുമ്പോൾ നമ്മൾ 3 meter ഗ്യാപ്പിലാണ് സാധാരണ ഇതിൽ ഇത്രയും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ ട്രസ് ക്യാരി ദി റിഡ്ജ് പീസ്, ഈ ട്രസ്സിൻ്റെ മുകളിൽ റിഡ്ജ് പീസും അതോടൊപ്പം തന്നെ പർലിനും വരും. എന്നിട്ടാണ് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ കോമൺ റാഫ്റ്റർ കടന്നു പോകുന്നത്. ഇതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് കടന്നു പോകുന്നത്. ദി റൂഫ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് 3 സിസ്റ്റം. 3 സിസ്റ്റത്തിലൂടെയാണ് ഇതിൻ്റെ ഈ ട്രസ് റൂഫ് നിൽക്കുന്നത്. ദി പർലിംഗ് ടു പ്രൊവൈഡ് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ടു ദി റാഫ്റ്റർ, ദി റാഫ്റ്റർ ടു സപ്പോർട്ട് ദി റൂഫിംഗ് മെറ്റീരിയൽസ്, ദി ട്രസ് ടു സപ്പോർട്ട് ദി എൻഡ് ഓഫ് ദി പർലിൻസ്. ദി പർലിംഗ് ടു പ്രൊവൈഡ് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടായിട്ടാണ് റാഫ്റ്റർ കടന്നു പോകുന്നത്. ഇതിന് ഈ റാഫ്റ്ററിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കോമൺ റാഫ്റ്ററിൻ്റെ അടിയിൽ പർലിൻ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. റാഫ്റ്ററിൻ്റെ മുകളിൽ എന്താണ് പിന്നെ വരുന്നത്, റൂഫിംഗ് മെറ്റീരിയൽ ഷീറ്റ്, അത് അല്ലെങ്കിൽ റൂഫിംഗ് ടൈലോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് കടന്നു പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സപ്പോർട്ട് ചെയ്യുന്ന എന്തിൻ്റെ മുകളിലാണ്, പർലിൻ എന്തിൻ്റെ മുകളിലാണ്, ഈ ട്രസ്സിൻ്റെ മുകളിലാണ്. ട്രസ് വർക്ക് അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു ട്രസ് വർക്കാണിതിൽ. അതിൻ്റെ മുകളിലായിട്ട് പർലിൻ ഉണ്ടാകും. പർലിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റിഡ്ജ് പീസും അതോടൊപ്പം തന്നെ കോമൺ റാഫ്റ്ററും നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ വശത്തായിട്ടാണ് നമ്മുടെ റൂഫിംഗ് ടൈൽ അല്ലെങ്കിൽ റൂഫിംഗ് കവറിങ് മെറ്റീരിയലും ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ട്രസ് വർക്കിൻ്റെ ഒരു മെത്തേഡ്. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കുന്നത് നമ്മൾ കിങ് പോസ്റ്റ് ട്രസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രസ്സാണ് കിങ് പോസ്റ്റ് ട്രസ്. എന്താണെന്ന് നോക്കാം. അതിൻ്റെ ചെറിയൊരു സ്ലൈഡാണ് കാണിച്ചിരിക്കുന്നത്. കിങ് പോസ്റ്റ് ട്രസ് എന്താണെന്ന് നോക്കാം. എ കിങ് പോസ്റ്റ് ട്രസ് കൺസിസ്റ്റ് ഓഫ് എ ഫോളോയിങ് പാർട്സ്: എ ലോവർ ടൈ ബീം, 2 inclined പ്രിൻസിപ്പൽ റാഫ്റ്റർ, 2 സ്റ്റഡ്സ് ആൻഡ് കിങ് പോസ്റ്റ്. ഇതാണ് അതിൻ്റെ മെയിൻ പാർട്ടുകളെന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ് നോക്കാം. ദി സെൻട്രൽ പോസ്റ്റ് ഓഫ് ദിസ് ട്രസ് ഈസ് നോൺ ആസ് കിങ് പോസ്റ്റ്. ഇതിൻ്റെ സെൻട്രലിൽ കാണുന്ന പോസ്റ്റിനെയാണ് നമ്മൾ കിങ് പോസ്റ്റ് എന്ന് പറയുന്നത്.
ദി കിങ് പോസ്റ്റ് ഫോം എ സപ്പോർട്ട് ഫോർ ദി ടൈ ബീം. ഇത് ടൈ ബീമിൻ്റെ ബോളിലാണ് ഈ കിങ് പോസ്റ്റ് നിൽക്കുന്നത്. ടൈ ബീം പറഞ്ഞ ഏറ്റവും ലോവർ പോർഷനിൽ നിൽക്കുന്ന ഈ പാർട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ടാണ് കിങ് പോസ്റ്റ് നിൽക്കുന്നത്. ദി പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ സപ്പോർട്ട് ദി പർലിൻ. ദി പർലിൻ സപ്പോർട്ട് ദി കോമൺ ഡ്രാഫ്റ്റർ. ഇത് നേരത്തെ ടൈ ബീമിൻ്റെ മുകളിലാണ് കിങ് പോസ്റ്റ് നിൽക്കുന്നത്. കിങ് പോസ്റ്റിൻ്റെ മുകളിൽ ആയിട്ടാണ് നമ്മുടെ കോമൺ ഡ്രാഫ്റ്റ് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റ് നിൽക്കുന്നത്. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിൻ്റെ മുകൾ വശത്തായിട്ടാണ് പർലിൻ നിൽക്കുന്നത്. പർലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കോമൺ ഡ്രാഫ്റ്റർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ മെത്തേഡ് കിടക്കുന്നത്. ദി കോമൺ ഡ്രാഫ്റ്റർ ഹാവ് ദി സെയിം സ്ലോപ്പ് ആസ് ദി പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ ആൻഡ് സപ്പോർട്ട് ദി റൂഫിംഗ് കവറിംഗ് മെറ്റീരിയൽ. അതായത് നേരത്തെ പറഞ്ഞ ടൈ ബീം, അതിൻ്റെ മുകളിൽ കിങ് പോസ്റ്റ്, പിന്നെ കിങ് പോസ്റ്റ് കഴിയുമ്പോൾ അതിന് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ ഉണ്ട്. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ കഴിഞ്ഞ ശേഷം പർലിൻ വന്നു. പർലിൻ്റെ മുകളിലൂടെ കോമൺ ഡ്രാഫ്റ്റർ കടന്നു പോയതിന് ശേഷം അതിന് മുകളിലാണ് റൂഫിംഗ് കവറിങ് അല്ലെങ്കിൽ റൂഫ് കവറിങ് മെറ്റീരിയൽ എന്താണോ, ഷീറ്റാണെങ്കിൽ ഷീറ്റ്, അല്ലെങ്കിൽ കവറിങ് മെറ്റീരിയലായിട്ട് പിന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ ടൈലാണ്, റൂഫ് ടൈല്. ഇത് ഇത്തരത്തിൽ സെയിം സ്ലോപ്പിലാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയൊരു സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും അടിവശത്താണ് ടൈ ബീം എന്ന് പറയുന്നത്. സെൻട്രലത്തെ ഈ പോസ്റ്റിനെ കിങ് പോസ്റ്റ് എന്ന് പറയുന്നു. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് സൈഡിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പാർട്ടിനെ നമ്മൾ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററാണ്. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിൻ്റെ ഏറ്റവും മുൾവശത്താണ് കാണുന്നതാണ് നമ്മുടെ ടൈ ബീം. മിഡിലിൽ കാണുന്ന ആ പീസിനെയാണ് നമ്മൾ പർലിൻ എന്ന് പറയുന്നത്. പർലിൻ്റെ മുകൾ വശത്തായിട്ടാണ് കാണിച്ചിരിക്കുന്ന ഈ പീസിനെയാണ് നമ്മൾ കോമൺ ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. അത് ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ അത് നിൽക്കുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് ശരിക്കും കിങ് പോസ്റ്റിൽ വരുന്നത്. എ കിങ് പോസ്റ്റ് റൂഫ് ട്രസ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ സ്പാൻ വേരിയിങ് ഫ്രം 5 മീറ്റർ ടു 8 മീറ്റർ. ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് കിങ് പോസ്റ്റിൻ്റെ 5 to 8 മീറ്ററാണ് ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ഓഫ് ദി കിങ് പോസ്റ്റ് ട്രസ് അപ് ടു 3 മീറ്റർ. ഇതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 3 മീറ്റർ സ്പേസ് ഇട്ടാണ് നമുക്ക് സാധാരണ ഇതിൽ ഈ ഇതിൻ്റെ കിങ് പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മീറ്റർ കൂടുമ്പോൾ ഓരോ കിങ് പോസ്റ്റ് ട്രസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടാവുക. ദി ടൈ ബീം റിസീവ് ദി എൻഡ് ഓഫ് ദി പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ ആൻഡ് പ്രിവെൻറ്റ് ദി വാൾ ഫ്രം സ്പ്രെഡിങ് ഔട്ട് ഡ്യൂ ടു ദി ത്രസ്റ്റ്. ദി ടൈ ബീം റിസീവ് ദി എൻഡ് ഓഫ് ദി പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിൻ്റെ ഒരു എൻഡ് ടൈ ബീമിൻ്റെ മുകളിലാണ്, പിന്നെ ഒരു കിങ് പോസ്റ്റിൻ്റെ മുകൾ വശത്തായിട്ടാണ് സപ്പോർട്ട് ചെയ്ത് പോകുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്, ഇത് സ്പ്രെഡ് ഔട്ട്, ഇത് പുറത്തോട്ട് ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഓവർലോഡ് കൊണ്ട് പുറത്തോട്ട് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ത്രസ്റ്റ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനത്തിലുള്ള പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ സ്ട്രഡ്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. രണ്ട് സ്ട്രഡ്സും കൂടി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സപ്പോർട്ടിംഗ് ആണ്. അതാണ് ചെറിയ രണ്ട് പീസായിട്ട് ഒരു വെർട്ടിക്കൽ ഇൻക്ലൈൻഡ് ആയിട്ട് രണ്ട് പീസും കൂടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി നോക്കി നോക്കാം. ഏറ്റവും ലോവർ സൈഡിൽ കിടക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ടൈ ബീം എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്ററിലുള്ള പോസ്റ്റിനെ നമ്മൾ കിങ് പോസ്റ്റ് എന്ന് പറയുന്നു. പിന്നെ രണ്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രണ്ട് പീസിനെ കാണിച്ചിട്ടുണ്ട്. അതിനെ സ്ട്രഡ്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സ്ട്രഡ്സിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ, രണ്ട് ഇൻക്ലൈൻഡ് ആയിട്ട് രണ്ട് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ നിൽക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിന് തൊട്ട് തന്നെ ചേർന്ന് പർലിൻ ക്ലീറ്റ് നിൽക്കുന്നുണ്ട്. ക്ലീറ്റിൻ്റെ മുകളിലായിട്ട് അത് സ്ലൈഡ് ചെയ്ത് നീങ്ങാതിരിക്കാൻ വേണ്ടി, പർലിൻ സ്ലൈഡ് ചെയ്ത് നീങ്ങാതിരിക്കാൻ വേണ്ടി ക്ലീറ്റ് അടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശത്തായിട്ട് കോമൺ ഡ്രാഫ്റ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കിങ് പോസ്റ്റ് ഏറ്റവും മുകളിലായിട്ടാണ് റിഡ്ജ് പീസ് അല്ലെങ്കിൽ റിഡ്ജ് ബീം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ വശത്തായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാറ്റൻ അല്ലെങ്കിൽ പട്ടിക പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ റൂഫ് ടൈലോ അല്ലെങ്കിൽ റൂഫ് കവറിങ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മുകളിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ കിങ് പോസ്റ്റിൻ്റെ ഉള്ളത്. ദി കിങ് പോസ്റ്റ് പ്രിവെൻറ്റ്സ് ദി ടൈ ബീം ഫ്രം ബെൻഡിങ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ ഓഫ് ദി സ്പാൻ. ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെയിറ്റ് കൊണ്ട് താഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിങ് പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 5 to 8 ആണ്. 5 to 8 മീറ്റർ വരെ ഈ സ്പാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് ഓരോ കിങ് പോസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത് 3 മീറ്ററിലാണ് ഓരോ കിങ് പോസ്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദി സ്ട്രഡ്സ് കണക്റ്റഡ് ടു ദി ടൈ ബീം ആൻഡ് ദി പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ ഈസ് ഇൻക്ലൈൻഡ്
ഡയറക്ഷൻ ടു പ്രിവെൻറ്റ് ദി ബെൻഡിങ് ഓഫ് ദി പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഈ സ്റ്റഡ്സ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്തത്? ഈ പ്രിൻസിപ്പൽ റാഫ്റ്റർ ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ലോഡ് ഇതിൻ്റെ മുകളിൽ ഒരുപാട് ലോഡ് വരുന്ന സമയത്ത് അത് ബെൻഡ് ആവാതെ ഇരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്റർ അടിയിലേക്ക് നമ്മൾ ഓരോ 2 ഡയറക്ഷനിലേക്കും ഓരോ നമ്മൾ സ്റ്റഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഉദ്ദേശം. ദി റിഡ്ജ് ബീം ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി റൂഫ് ടു പ്രൊവൈഡ് ദി എൻഡ് സപ്പോർട്ട് ദി കോമൺ റാഫ്റ്റർ. ഇത് എവിടെ നിന്നാണ്? റിഡ്ജ് ബീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ കോമൺ റാഫ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ നിന്നാണ്? ഈ വാൾ പ്ലേറ്റിലാണ് ഇത് അവസാനിക്കുന്നത്. വാൾ പ്ലേറ്റിൽ ആണ് ഈ പ്രിൻസിപ്പൽ റാഫ്റ്റർ അവസാനിക്കുന്നത്. പ്രിൻസിപ്പൽ റാഫ്റ്റർ കിങ് പോസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തു ഇത് താഴത്തുള്ള ടൈ ബീമിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ റാഫ്റ്റർ. പക്ഷേ കോമൺ റാഫ്റ്റർ ഇവിടെ റിഡ്ജ് ബീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വാൾ പ്ലേറ്റിലാണ് ഈ കോമൺ റാഫ്റ്റർ അവസാനിക്കുന്നത്. എല്ലാം ഒരേ പാരലായിട്ട് തന്നെ, ഒന്നിന് സ്ലോപ്പായിട്ട് തന്നെയാണ് മറ്റേതും വന്നിരിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ മുകളിലായിട്ടാണ് കോമൺ റാഫ്റ്റർ വരുന്നത്. ഈ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത് ഫ്രെയിം വർക്കാണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഫ്രെയിം വർക്കാണ്. മറ്റേത് അതിൻ്റെ മുകളിൽ നേരത്തെ പോലെ തന്നെ സിംഗിൾ റൂഫിൽ അല്ലെങ്കിൽ പർലിൻ റൂഫിലൊക്കെ വരുന്ന അതേപോലെ തന്നെ കോമൺ റാഫ്റ്റർ ഇതിൻ്റെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇടയിൽ പർലിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പർലിൻ മൂവ് ചെയ്യാതെ സ്ലൈഡ് ചെയ്ത് നീങ്ങാതിരിക്കാൻ വേണ്ടി ക്ലീറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി കുറച്ചും കൂടി അതിനെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ശ്രദ്ധിക്കാണ്ട്. ഈ കിങ് പോസ്റ്റിൽ ദി ട്രസ് ആർ സപ്പോർട്ടഡ് ഓൺ ദി വുഡൻ ബ്ലോക്ക് ഓർ സ്റ്റോൺ ഓർ കോൺക്രീറ്റ് എംബീഡ് ഇൻ ദി സപ്പോർട്ടിംഗ് വാൾ. ഇത് സാധാരണ ഈ വാളിൻ്റെ മുകളിൽ ഉറപ്പിച്ച് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ വുഡൻ ബ്ലോക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സ്റ്റോണ് കോൺക്രീറ്റ് എന്തെങ്കിലും ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എപ്പോഴും ട്രസ് ഉറപ്പിക്കുക, സപ്പോർട്ടിങ് ദി വാൾ, സോ ദാറ്റ് ദ ലോഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എ ഗ്രേറ്റർ ഏരിയ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താണ്, ഇതിൻ്റെ എല്ലാം ഓരോ ബ്ലോക്കുകൾ വെച്ച് കൊടുക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വുഡൻ ബ്ലോക്കുകളോ കോൺക്രീറ്റ് ബ്ലോക്കുകളോ എല്ലാം ഈ ട്രസ്സിൻ്റെ എന്തിനാണ്, ഇതിൻ്റെ ഗ്രേറ്റർ ഇതിൻ്റെ ഏരിയയിൽ വരുന്ന ലോഡ് എല്ലാ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഒരേപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അടിയിലുള്ള സ്റ്റോണുകളോ കോൺക്രീറ്റ് ബ്ലോക്കുകളോ ഒക്കെ എല്ലാം വുഡൻ ബ്ലോക്കുകളൊക്കെ എല്ലാം അടിയിൽ സപ്പോർട്ടിങ്ങിന് വേണ്ടി കൊടുക്കുന്നത്. ദി സൂട്ടബിൾ ജോയിൻറ്റ്സ് ആർ യൂസ്ഡ് ബിറ്റ്വീൻ ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദിസ് കിങ് പോസ്റ്റ് ട്രസ് ആൻഡ് ദേ ഫർദർ സ്ട്രെങ്തൻ ബൈ സ്ട്രാപ്പ് ആൻഡ് ബോൾട്ട്. പിന്നെ ഇതിൻ്റെ സ്പാന് കൂടുതലായതുകൊണ്ട് ഇത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിലെല്ലാം ഫുള്ളി സപ്പോർട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ടും ബോൾട്ട് ഉപയോഗിച്ചിട്ടും കൂടുതൽ കരുത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്. കിങ് പോസ്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളിലും സ്ട്രാപ്പുകൾ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ നട്ട് ബോൾട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല ടൈറ്റ് ചെയ്തിട്ടാണ് നിർത്തുന്നത്. ഇതിനെ കൂടുതൽ സ്ട്രോങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫിഗറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ ഭാഗങ്ങളും ക്ലാമ്പൊക്കെ ഉപയോഗിച്ച് കൂടുതൽ ടൈറ്റാക്കി വയ്ക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഇത്രയും വൈഡായിട്ടുള്ള ഏരിയയിലെല്ലാം ഈ സ്പാന് ഉപയോഗിക്കുമ്പോൾ അത്രയും വെയിറ്റ് താങ്ങുന്നതിനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഗ്രേറ്റർ ഏരിയയിലേക്കുള്ള ലോഡ് ഒരേപോലെ സ്പ്രെഡ് ചെയ്യാനും. നമുക്ക് ഒന്നും കൂടി നോക്കാം. അതിൽ കിങ് പോസ്റ്റ് ട്രസ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നുള്ള ഭാഗങ്ങൾ ഏതൊക്കെ നോക്കാം. ലോവർ ടൈ ബീം ഉണ്ട്, അതിനുശേഷം 2 സ്റ്റഡ്സ് ഉണ്ട്, അത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള 2 സ്റ്റഡ്സ് ഉണ്ട്. പിന്നെന്താ ഒരു കിങ് പോസ്റ്റ്, വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന പോസ്റ്റിനെയാണ് നമ്മൾ കിങ് പോസ്റ്റ് എന്ന് പറഞ്ഞു. ടു ഇൻക്ലൈൻഡ് പ്രിൻസിപ്പൽ റാഫ്റ്റർ, അത് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ടാവും. പിന്നെന്താണ് പർലിൻ, അതിൻ്റെ മുകളിലായിട്ട് പർലിൻ ഉണ്ടാവും. പർലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്ലീറ്റ് ഉണ്ടാവും. ഈ വാൾ പ്ലേറ്റ് പറഞ്ഞാൽ ഏറ്റവും അടിവശത്ത് വരുന്നതാണ്. പിന്നെ ഈ ക്ലീറ്റ് കഴിഞ്ഞാൽ പർലിൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കോമൺ റാഫ്റ്റർ വരും. കോമൺ റാഫ്റ്ററിൻ്റെ മുകളിലാണ് ബാറ്റൻ അല്ലെങ്കിൽ പട്ടിക ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം റൂഫ് കവറിങ് ടൈലുകളോ അല്ലെങ്കിൽ ഷീറ്റുകളോ ഉപയോഗിച്ച് നമ്മളത് കവർ ചെയ്യും. ഇതിൻ്റെ ഇടയിലായിട്ടാണ് റിഡ്ജ് പീസ് വരുന്നത് കേട്ടോ. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി കിങ് പോസ്റ്റ് ട്രസ്സിൻ്റെ ജോയിൻറ്റുകൾ ഏതൊക്കെ നോക്കാം. ടൈ ബീമും കിങ് പോസ്റ്റും കൂടി വരുന്ന ഭാഗത്തിന് മോർട്ടിസ് ആൻഡ് ടെനൻ ജോയിൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ രീതിയിൽ കണക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റീൽ സ്ട്രാപ്പ് ഉപയോഗിച്ച് ഇതിൽ കാണിച്ചിട്ട് സ്റ്റീൽ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ നട്ടും ബോൾട്ടിൻ്റെ സഹായത്തോടു കൂടി കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ജോയിൻ്റാണ് സ്ട്രഡ്സും പ്രിൻസിപ്പൽ റാഫ്റ്ററും തമ്മിലുള്ള ജോയിൻ്റ് ഏതാണെന്ന്. ഒബ്ലിക് മോർട്ടിസ് ആൻഡ് ടെനൻ ജോയിൻ്റാണ് ഇതിൽ സാധാരണ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഫിഗറും കാണിച്ചിട്ടുണ്ട്.
അത് നോക്കി മനസ്സിലാക്കുക. അടുത്ത കിങ് പോസ്റ്റും പ്രിൻസിപ്പിൾഡ് റാഫ്റ്ററും തമ്മിലുള്ള ജോയിൻ്റ് ഏതാണ്? മോർട്ടീസ് ആൻഡ് ടെനൻ ജോയിൻ്റ് ആണ്. പ്രത്യേകതരം സാധാരണ മോർട്ടീസ് ആൻഡ് ടെനനല്ല, ഇതൊരു ഒബ്ലിക്കായിട്ടുള്ള വരുന്ന ഒരു മോർട്ടീസ് ആൻഡ് ടെനൻ ജോയിൻ്റ് ആണ് സാധാരണ കിങ് പോസ്റ്റും പ്രിൻസിപ്പിൾ റാഫ്റ്ററും തമ്മിലുള്ള ജോയിൻ്റ് വരുന്നത്. പ്രിൻസിപ്പിൾ റാഫ്റ്ററും ടൈ ബീമും തമ്മിലുള്ള ജോയിൻ്റ് ഏതാണെന്ന് നോക്കാം. സ്പ്ലൈസ്ഡ് ഷോൾഡർ ആൻഡ് ടെനൻ ജോയിൻ്റ് ആണിത്. സ്പ്ലൈസ്ഡ് ഷോൾഡർ, ടെനൻ ആൻഡ് മോർട്ടീസ് ജോയിൻ്റ് ആണ് ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററും ടൈ ബീമും തമ്മിലുള്ള ജോയിൻ്റ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ക്യൂൻ പോസ്റ്റാണ്. ക്യൂൻ പോസ്റ്റ് ട്രസ്, കിങ് ആൻഡ് ക്യൂന്. ഇത് ക്യൂൻ പോസ്റ്റാണ്. അടുത്തത് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യൂൻ പോസ്റ്റ്. ദി ക്യൂൻ പോസ്റ്റ് ട്രസ് ഡിഫർ ഫ്രം ദി കിങ് പോസ്റ്റ് ട്രസ് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് കോൾഡ് ക്യൂൻ പോസ്റ്റ്. നേരത്തെ കിങ് പോസ്റ്റിൽ ഒരു വെർട്ടിക്കൽ പോസ്റ്റ് മാത്രമേ ഉള്ളൂ, അതിനാണ് കിങ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് 2 വെർട്ടിക്കൽ പോസ്റ്റാണ്. 2 വെർട്ടിക്കലായിട്ടുള്ള പോസ്റ്റിനെ നമ്മൾ ക്യൂൻ പോസ്റ്റ് എന്നാണ് പറയുന്നത്. ദി അപ്പർ എൻഡ് ഓഫ് ദി ക്യൂൻ പോസ്റ്റ് കണക്റ്റഡ് ഇൻ പൊസിഷൻ ബൈ മീൻസ് ഓഫ് എ ഹൊറിസോണ്ടൽ മെമ്പർ ഈസ് കോൾഡ് എ സ്ട്രൈനിങ് ബീം. ഇതിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ടൈ ബീമിൻ്റെ മുകളിലായിട്ടാണ് ഈ സ്ട്രൈനിങ് ബീം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് 2 വെർട്ടിക്കലായിട്ടുള്ള പോസ്റ്റ് പോകുന്നത്. ഈ പോസ്റ്റിനെയാണ് നമ്മൾ ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നത്. കണക്ട് ചെയ്ത് പോകുന്ന ഇതിനെയാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പീസിനെ നമ്മൾ സ്ട്രൈനിങ് ബീം എന്ന് പറയും. ഈ സ്ട്രൈനിങ് ബീം ടൈ ബീമിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അതിന് കണക്റ്റായിട്ട് വെർട്ടിക്കലായിട്ട് 2 പോകുന്ന പീസിനെയാണ് നമ്മൾ ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, സ്ലൈഡായിട്ട് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും അടിയിൽ കാണുന്നതാണ് ടൈ ബീം. അതിൻ്റെ മുകളിലായിട്ടൊരു സ്ട്രൈനിങ് ബീമുണ്ട്. സില്ല് അടിവശത്താണ് കിടക്കുന്നത്. അതിൽ നിന്നാണ് 2 വെർട്ടിക്കലായിട്ട് 2 പീസ് പോകുന്നതിനെ ക്യൂൻ പോസ്റ്റ് എന്നും പറയുന്നത്. എ സ്ട്രൈനിങ് സിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദി ടൈ ബീം ബിറ്റ്വീൻ ദി ക്യൂൻ പോസ്റ്റ് ടു കൗണ്ടർ ആക്ട് ദി ത്രസ്റ്റ് ഓഫ് സ്റ്റഡ്. നേരത്തെ പറഞ്ഞ പോലെ 2 വെർട്ടിക്കലായിട്ടുള്ള പീസുണ്ട്. ഇത് രണ്ടും തള്ളി പോവാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റഡ് പ്രൊവൈഡ് ചെയ്ത് 2 സൈഡിലും ഓരോ സ്റ്റഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏരോ മാർക്കിട്ട് നമ്പർ 4 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 2 സ്റ്റഡാണ്. 2 വെർട്ടിക്കലായിട്ടുള്ള പീസ് ഒന്നായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂൻ പോസ്റ്റാണ്. 2 സ്റ്റഡ്സ് ആർ യൂസ്ഡ് ടു ജോയിൻ ദി ഫീറ്റ് ഓഫ് ക്യൂൻ പോസ്റ്റ് ടു ദി പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഇത് ക്യൂൻ പോസ്റ്റിൽ ഈ ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന 2 സ്റ്റഡ്സ് ഉണ്ട്. ഈ സ്റ്റഡ്സ് ഒന്ന് എവിടെയാണോ, ഒന്ന് പ്രിൻസിപ്പൽ റാഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പ്രിൻസിപ്പൽ റാഫ്റ്റിലാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത് ഒരു എൻഡ്. ദി അഡീഷണൽ പർലിംഗ് വിത്ത് ക്ലീറ്റ് ആർ പ്രൊവൈഡഡ് ടു സപ്പോർട്ട് ദി ക്യൂൻ പോസ്റ്റ്. ഈ പ്രിൻസിപ്പൽ റാഫ്റ്റിൻ്റെ മുകൾ വശത്തായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പർലിൻ ഉണ്ടാവും. പർലിൻ എന്തിന് ക്യൂൻ പോസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ക്ലീറ്റ് ഉണ്ടാവും. ഈ ക്ലീറ്റാണ് ഇവിടെ പർലിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ ക്ലീറ്റിൻ്റെ മുകൾ വശത്തായിട്ടായിരിക്കും കോമൺ റാഫ്റ്റർ വരിക. ദി ക്യൂൻ പോസ്റ്റ് ട്രസ് ഈസ് സൂട്ടബിൾ ഫോർ റൂഫ് സ്പാൻ വേരിയിങ് ഫ്രം 8 മീറ്റർ ടു 12 മീറ്റർ. ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 8 മുതൽ 12 മീറ്റർ വരെ എൻ്റെ സ്പാൻ ആയിരിക്കും ഇതിലുണ്ടാവുക. ദ സൂട്ടബിൾ ജോയിൻറ്റ് ഷുഡ് ബി പ്രൊവൈഡ് അറ്റ് ദി കണക്ഷൻ ആസ് ഇൻ കേസ് ഓഫ് എ കിങ് പോസ്റ്റ് ആൻഡ് ഫർദർ സ്ട്രെങ്തൻ ബൈ സ്ട്രാപ്പ് ആൻഡ് ബോൾട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ട്രാപ്പും ബോൾട്ടും ഉപയോഗിച്ച് കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചത്. ഏറ്റവും അടിയിലെ സില്ല് അല്ലെങ്കിൽ സ്ട്രൈനിങ് സിൽ എന്ന് പറയും, അല്ലെങ്കിൽ ബീം, ടൈ ബീമിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്. ഏറ്റവും താഴത്തുള്ള ടൈ ബീമാണ്. ആ ടൈ ബീമിൻ്റെ താഴെയാണ് മുകളിൽ വശത്തായിട്ടാണ് നേരത്തെ പറഞ്ഞ് നമുക്ക് വരുന്ന സ്ട്രൈനിങ് സിൽ എന്ന് പറയുന്നത്. ഈ സില്ലിനെ കണക്ട് ചെയ്തുകൊണ്ട് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന 2 പാർട്ടിനെ നമ്മൾ ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ക്യൂൻ പോസ്റ്റ് 2 കൂടി കണക്ട് ചെയ്യുന്നത് അപ്പർ സിൽ. ഇതിൻ്റെ മുകൾ വശത്തൊരു സില്ലും കൂടിയുണ്ട്. അപ്പോൾ ബോട്ടം സില്ലുണ്ട്, അപ്പർ സില്ലുണ്ട് അപ്പ് സൈഡിൽ. അപ്പോൾ 2 സില്ലുകളാണ് കണക്ട് ചെയ്താണ് ഈ വെർട്ടിക്കലായിട്ടുള്ള നിൽക്കുന്ന ക്യൂൻ പോസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് പോലെ നിൽക്കുന്നത്. ഈ ഫ്രെയിം വർക്കിൽ നിന്ന് ഔട്ടർ സൈഡിൽ നിന്നാണ് പിന്നെ 2 സ്റ്റഡ്സ് പോയിരിക്കുന്നത്. അത് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റിലേക്കാണ് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിൻ്റെ മുകൾ വശത്തായിട്ടായിരിക്കും
നമ്മൾ നേരത്തെ പറഞ്ഞ പർലിൻ നിൽക്കുക. പർലിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ്, ക്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, സ്ലൈഡ് ചെയ്യാതെ ക്ലീറ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ഈ പർലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അതിന് മുകൾ വശത്തായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ഡ്രാഫ്റ്റർ വരുന്നത്. കോമൺ ഡ്രാഫ്റ്ററിൻ്റെ മുകൾ വശത്തായിട്ടാണ് ബാറ്റൻ വരുന്നത്. ബാറ്റൻ്റെ മുകൾ വശത്തായിട്ടാണ് നമ്മുടെ റൂഫിംഗ് കവറിങ് മെറ്റീരിയലായിട്ട് നിൽക്കുന്നത്. ഇതിന് ഈ രണ്ട് കോമൺ ഡ്രാഫ്റ്റർ കൊണ്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് റിഡ്ജ് പീസും അല്ലെങ്കിൽ റിഡ്ജ് ബീമും ഉണ്ടാവും. ഇനി കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ നട്ട് ആൻഡ് ബോൾട്ടും അതേപോലെ സ്ട്രാപ്പുകളും സ്റ്റീൽ സ്ട്രാപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ സ്ട്രോങ് ആക്കി എടുക്കുന്നു. ക്യൂൻ പോസ്റ്റസിൻ്റെ നമുക്ക് പാർട്സുകൾ ഏതൊക്കെ ഒന്നും കൂടി നോക്കാം. ടൈ ബീമുണ്ട്, സ്ട്രൈനിങ് സില്ല്, അത് ബോട്ടം സൈഡിലാണ്, അടിവശത്താണ് സ്ട്രൈനിങ് സില്ല് വരുന്നുണ്ട്. പിന്നെ അതിന് അറ്റാച്ച് ചെയ്തുകൊണ്ട് രണ്ട് ക്യൂൻ പോസ്റ്റ് വരുന്നുണ്ട്. ഈ ക്യൂൻ പോസ്റ്റിൻ്റെ അറ്റത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രൈനിങ് ബീം വീണ്ടും വരുന്നുണ്ട് അപ്പ് സൈഡിൽ. പിന്നെ രണ്ട് സ്റ്റഡ്സുകൾ, ഇൻക്ലൈൻഡ് ആയിട്ട് രണ്ട് സ്റ്റഡ്സ് ഉണ്ട്. അത് സ്റ്റഡ്സ് എവിടെയാണ്, പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിലാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിലും. അതേപോലെ തന്നെ നമ്മുടെ രണ്ട് ക്യൂൻ പോസ്റ്റുകളുടെ എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്, റിഡ്ജ് പീസ് ഉണ്ടാവും ഏറ്റവും മുകളിൽ. പിന്നെ ക്ലീറ്റ് എന്താണ്, പർലിൻ്റെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിൻ്റെ മുകളിൽ ക്ലീറ്റ് ഉണ്ട്. ക്ലീറ്റ് എന്താണ്, പർലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലീറ്റ് പർലിൻ്റെ മുകളിൽ പിന്നെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് കോമൺ ഡ്രാഫ്റ്റർ വരുന്നുണ്ട്. പിന്നെ ബാറ്റൻ, അതിൻ്റെ മുകളിൽ ബാറ്റൻ കവർ ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷം റൂഫ് കവറിങ്ങും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ക്യൂൻ പോസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഇതാണ്. ഓരോ റൂഫിൻ്റെ സ്പാൻ എത്രയാണെന്ന് നോക്കാം. സിംഗിൾ റൂഫ് 2.5 മീറ്റർ, coupled roof 3.5 meter, coupled close roof 4.25 meter, collar beam roof 4.75 meter, double or purlin roof 4.5 to 5 meter, lean to roof 5 meters, king post truss 5 to 8 meter, queen post truss 8 to 12 മീറ്റർ. ഇത്രയും നമുക്ക് പഠിക്കാനുള്ള ഒരു ഓർഡറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ സ്പാനും ഓരോന്നിൻ്റെ പ്രത്യേക രീതിയിൽ ആ ഓർഡറിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. താങ്ക് യു.